ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡോളീസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളുടെ മലയാളികൾക്ക് എപ്പോഴും നമുക്കൊരു ഗാർഡൻ ഉണ്ടാകും, അവിടെ കുറച്ച് പൂക്കളും വേണം അല്ലേ? അപ്പം നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്നതും വലിയ ചിലവില്ലാതെ വളർത്താൻ പറ്റുന്നതുമായ കുറച്ച് പൂക്കളുള്ള ചെടികളാണ് എൻ്റെ ഗാർഡനിലുള്ളതാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം നമുക്കിതുപോലെ പത്തുമണി നല്ല വെയിലത്ത് വെച്ച് കൊടുത്താൽ സൂപ്പറായിട്ട് പൂക്കും. അത് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ അവർ നല്ല അടിപൊളിയായിട്ട് പൂക്കും. അതുപോലെ നീലക്കൊടുവേലി എന്ന് പറയുന്നതാണ്. ഇതും വലിയ വില കൊടുക്കണ്ട, പക്ഷെ നിറയെ ഉണ്ടാവും. ഇത് നമ്മുടെ ലണ്ടാന ചെടികളും അതുപോലെ തന്നെ നിറച്ച് പൂക്കൾ തരും. നല്ല വെയിലുള്ളിടത്ത് വെച്ചാൽ അതിൻ്റെ പൂക്കൾ കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാം. ഭയങ്കര സൂപ്പറാണ്. പല കളേഴ്സും നമുക്ക് കിട്ടും. അപ്പം നമ്മൾ മലയാളികൾക്ക് എത്ര പറഞ്ഞാലും ഇലച്ചെടികളൊക്കെ ഭയങ്കര ഭംഗിയാണ്, അതായതാന്നൊക്കെ പറഞ്ഞാലും പൂക്കളുള്ള ചെടികളോട് ഭയങ്കരമായിട്ടൊരു ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ഗാർഡനെ എപ്പോഴും ഒന്ന് സുന്ദരികളാക്കാൻ ഇതുപോലുള്ള കുറച്ച് ചെടികളുണ്ടെങ്കിൽ എപ്പോഴും ബെറ്റർ ആയിരിക്കും എന്ന് തോന്നും. നമ്മുടെ ഒരു സൈഡിൽ കുറച്ച് പൂക്കളുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഭംഗി. ഇത് അതുപോലെ യൂഫാബിയ എന്ന് പറയുന്ന പണ്ടത്തെ ഒരു ചെടിയായിരുന്നു. ഇത് അതുപോലെ ചെറിയ പൂക്കൾ തരും. ഇത് നിറയെ പൂക്കുമേ. ഇതിന് മുള്ളുകളൊന്നുമില്ല. പണ്ട് നമുക്ക് മുള്ളുള്ള ചെടിയായിരുന്നു, പക്ഷെ ഇതിന് ഈ ചെറിയനുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. കുറേ എണ്ണം അടുപ്പിച്ച് വെച്ച് കൊടുത്ത് നോക്കണം. ഇതും അതുപോലെ ലണ്ടാനയുടെ വേറൊരു കളറാണ്. ഇതും അതുപോലെ നമ്മൾ പൈപ്പിലൊക്കെ കയറ്റി വിട്ട് കൊടുത്താൽ സൂപ്പറാണ്. ലണ്ടാന അതുപോലെ വെട്ടിയൊക്കെ നിർത്തിയാൽ നിറയെ പൂക്കുമേ. പിന്നെ നമ്മുടെ സ്വന്തം റോസും മുല്ലയും വീട്ടിലെ അവിഭാജ്യ ഘടകം തന്നെയാണ്. ഇത് ഇതുപോലെ തന്നെ ലണ്ടാനയുടെ എല്ലാ കളറാണ്. ഇത് ഞാൻ പിന്നെ ഇപ്പോഴത്തെ ഇങ്ങനെ റൗണ്ടിലങ്ങ് നിർത്തിയിരിക്കുക, നിറയെ പൂക്കുന്നുണ്ട്. ഇതും ലണ്ടാന ചെടികൾ ഭയങ്കര ഭംഗിയാണ്. നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത ചെടിയാണ്. കുറച്ച് വെള്ളവും ചാണകപ്പൊടിയൊക്കെ കൊടുത്താൽ സൂപ്പറായിട്ട് കിളിയുന്ന നല്ല ഭംഗിയായിട്ട്. അതിൻ്റെ ഈ വയലറ്റൊക്കെ ഭയങ്കര രസമാണ്. മതിലയിലൊക്കെ താഴോട്ട് വളർന്ന് നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ സെലക്ട് ചെയ്താൽ വലിയ കുഴപ്പമില്ലാതെ പോവും. പിന്നെ ഇത് നമ്മുടെ സ്വന്തം അടീനിയത്തിൻ്റെ പൂക്കൾ അറിയാമല്ലോ എല്ലാവർക്കും. സൂപ്പറാണ്. പിന്നെ ഇതിൻ്റെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാനും ഒരു പ്രയാസവുമില്ല. ഇതിൻ്റെ ഓരോ തണ്ട് മുറിച്ച് നമ്മൾ ചട്ടിയിൽ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ വലിയ വെള്ളം ഒഴിക്കില്ലെന്നേ ഉള്ളൂ. അങ്ങനെ വെച്ചാൽ സൂപ്പറാണ്. നിറയെ പൂക്കും. നല്ല വെയിൽ വേണം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ വല്ല DAP വളങ്ങളോ എന്തെങ്കിലും ഒരു ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി. ഇതും ലണ്ടാനയുടെയാണ്. സൂപ്പർ കളറാണ്. ഇതിന് ഇച്ചിരി വിലയുണ്ടെങ്കിലും ഇത് നമ്മൾ ഇതിൻ്റെ കമ്പ് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്ലാന്റ് നമുക്ക് കിട്ടും. പിന്നെ ഇത് നമ്മുടെ സ്വന്തം അരളിച്ചെടിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ പൂക്കൾ കാണുമ്പോൾ നമുക്കത് വെട്ടി അങ്ങ് നശിപ്പിച്ച് കളയാൻ തോന്നിയില്ല. അതുകൊണ്ട് നമ്മുടെ ഗാർഡൻ്റെ ഏതെങ്കിലും ഒരറ്റത്ത് നിന്നോട്ടെ, നിറയെ പൂക്കളുണ്ടാകുന്നതല്ലേ. എനിവേ, പിന്നെ ഇത് പിന്നെ എന്താ പറയുന്നത്, ഇത് വില കൂടിയ പ്ലാന്റ്. ഇതിപ്പോൾ ഞാൻ കൂട്ടത്തിൽ എടുത്തപ്പോൾ കാണിച്ചതേ ഉള്ളൂ. പക്ഷെ നിറയെ നല്ല പൂക്കളുണ്ട്. നമ്മുടെ ഓർക്കിഡ്സിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. പിന്നെ ഇത് ഓർക്കിഡിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. 1 ഡേ ഓർക്കിഡ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഡവ് ഓർക്കിഡ് എന്നൊക്കെ പറയും. ഇതിന് വലിയ വിലയൊന്നുമില്ല, പക്ഷെ നിറയെ പൂക്കും. നല്ല ബഞ്ചായിട്ട് കിളിക്കുകയും ചെയ്യും, ബഞ്ചായിട്ട് പൂക്കുകയും ചെയ്യും. അത് 1-2 ദിവസത്തേക്ക് നിൽക്കുള്ളൂ എന്നേ ഉള്ളൂ. പിന്നെ ഇത് ബ്ലൂ ഡേയ്സ് അല്ലെ വിഷ്ണുകാന്തി എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്, മലയാളത്തിൽ എനിക്കറിയില്ല. അപ്പോൾ അതും അതുപോലെ ബോർഡറിനൊക്കെ പറ്റും. പിന്നെ ബൊഗൈനില്ല അറിയാമല്ലോ, 6 മാസം തകർത്ത് പൂക്കും. സൂപ്പറാണ്. ഇതിൻ്റെ ഒരുപാട് പുതിയ കളേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അതിന് നല്ല വില കൊടുക്കണം. നമുക്കിപ്പം ഇതുപോലുള്ള നല്ല വൈറ്റും ഇതുമൊക്കെ കിട്ടും. പിന്നെ പുതിയ കളേഴ്സൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ചെറിയൊരു കമ്പ് ഒന്ന് മാറ്റി കുത്തി കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് പൂത്തോളും. അപ്പം പിന്നെ അങ്ങനെ പൈസ കൊടുത്ത് മേടിക്കണ്ട കേട്ടോ. പിന്നെ ഇത് നമ്മുടെ യൂഫാബിയുടെ വൈറ്റ് ചെറുതാണ്. ഇതിന് പക്ഷേ ചെറുതായിട്ട് മുള്ളൊക്കെ ഉണ്ട്, എങ്കിലും ഭംഗിയാണ് കേട്ടോ, കാണാൻ നല്ലത്. പക്ഷേ ഞാനത് എടുത്തപ്പോൾ കിട്ടിയില്ല. ഞാൻ ഇതുപോലൊരു പൈപ്പിലാണ് കയറ്റി നിർത്തിയിരിക്കുന്നത്, ഹൈറ്റിലോട്ട് പൊങ്ങി. അതുപോലെ നിറയെ പൂവ് നമുക്ക് വീടുകളിൽ തരുന്ന ഒരു ചെടിയാണ്. നല്ല ഭംഗിയാണ്. പിന്നെ ഇത് പിടിച്ച് കിട്ടാൻ ഇച്ചിരി പ്രയാസമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് നമ്മുടെ സാധാ ഓർക്കിഡ്സ്, എപ്പോഴും ഓർക്കിഡ് പൂക്കൾ വരുന്ന നമ്മുടെ സ്വന്തം ഓർക്കിഡ് ചെടിയാണ്. ഇതിൻ്റെ പേര് ഡെൻഡ്രോബിയത്തിൻ്റെ ഒരിനമാണ്. ഇതൊക്കെയാണ് എൻ്റെ ഗാർഡനിലുള്ള കുറച്ച് ചെടികൾ. ഇത് പിന്നെ നമ്മുടെ സ്വന്തം ഓർക്കിഡ്സ് ആണ്, ഡെൻഡ്രോബിയത്തിൻ്റെ. ഇതിനൊക്കെ പക്ഷേ ഇച്ചിരി നല്ല വിലയുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം നമ്മുടെ സാധാ ചെടികളൊക്കെ വെച്ചാൽ തന്നെ സൂപ്പറായിരിക്കും നമ്മൾ.
അപ്പം ഇത്തരം ചെടികളൊക്കെ നമുക്ക് വീട്ടിൽ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും, വലിയ ചിലവുമില്ലാതെ നമുക്ക് വളർത്താൻ പറ്റുന്ന ചെടികളാണ്. എന്നാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.